ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ്സ് മലയാളം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SCERT ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചുള്ള 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്ററാണ് സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ്. അതിൽ രണ്ടാമത്തെ സെക്ഷൻ അസമഭാഗങ്ങൾ. അതിലെ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇപ്രാവശ്യം നോക്കേണ്ടത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. അതിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ശരി, നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പഠിച്ചു നിർത്തിയത്? മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ് അല്ലേ? 3 or more parallel lines cut any two lines in the same ratio. നമ്മൾ നോക്കിയതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ള എക്സാമ്പിൾസ് ആണ് നോക്കേണ്ടത്. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിവിടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോ റെഫർ ചെയ്യാം കേട്ടോ. ആ വീഡിയോ റെഫർ ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. സോ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. നമ്മൾ പഠിച്ച ഈ കോൺസെപ്റ്റ് വെച്ചിട്ടേ ഈ ഒരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ 1:2 എന്ന അംശബന്ധത്തിൽ എങ്ങനെ ഭാഗിക്കും എന്നുള്ളത് നോക്കണം. 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വരയെ എന്ത് ചെയ്യണം? 1:2 എന്ന റേഷ്യോയിൽ, ഈ റേഷ്യോയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്നുള്ള കാര്യം നോക്കണം. ഓക്കെ, എങ്ങനെ രണ്ട് പാർട്ടാക്കി മാറ്റും 1:2 എന്നുള്ള റേഷ്യോയിൽ 8 സെൻറ്റിമീറ്റർ നോക്കുമ്പോൾ 1:2 മീൻസ് നമ്മളിതിനെ എന്താക്കണം? 3 ഭാഗങ്ങളാക്കണം. ശരിക്കും 3 ഭാഗത്തിൽ 2 ഭാഗവും ഒരു ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആക്കുക. ഓക്കെ, ബേസിക്കലി 3 പാർട്സ് ആക്കണം. കാരണം റേഷ്യോ 1 and 2 ആണ്. സോ 1 + 2 3 പാർട്സ് ആക്കിയിട്ട് അതിൽ 2 പാർട്സ് ഒരു സെക്ഷൻ, 1 പാർട്ട് വേറൊരു സെക്ഷൻ അല്ലേ? നിങ്ങൾ റേഷ്യോയുടെ കേസ് പഠിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷൻ എങ്ങനെ ചെയ്യും? 8 × 1/3 ആയിരിക്കും ഒരു പോർഷൻ. അതായത് 2 + 1 3, അതാണ് ഈ ഡിനോമിനേറ്റർ വരുന്നത് അല്ലേ? അതായത് 8/3 ആയിരിക്കും ഒരു പോർഷനിൽ വരിക. 8/3 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക. 8/3 നമുക്ക് എങ്ങനെ ചെയ്യാം? 8/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8ൽ 2 times 6 റിമൈൻഡർ 2. സോ ഇറ്റ് ഈസ് 2/3 എന്ന് വരും അല്ലേ? അടുത്ത പോർഷൻ എന്താണ്? 8 × എത്ര പോർഷൻസ് ഉണ്ട്? 2 പാർട്സ് ഉണ്ട് ഓവർ 3. ഓക്കെ, സോ ഇതെന്ത് വരും? ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് 16/3 ആണ് കേട്ടോ. 16/3. ഓക്കെ, 16/3 നമ്മൾ എങ്ങനെ ചെയ്യും? 16 / 3. സോ 5 3s are 15 അല്ലേ? 15. 5 3 15, റിമൈൻഡർ 1. സോ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? 16/3 എന്ന് പറയുന്നത് 5 1/3. ഓക്കെ, എത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു പാർട്ട്, അടുത്ത് എത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും മറ്റൊരു പാർട്ട്. ഇങ്ങനെ 2 പാർട്ടുകൾ കിട്ടും. ഇവിടെ 1/3 2/3 നമുക്ക് സ്കെയിലിൽ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് 2/3 എന്ന് പറഞ്ഞാൽ 0.666 എന്ന് പറഞ്ഞു പോകും. 1/3 0.333 എന്ന് പറഞ്ഞു പോകും. അപ്പോൾ അത് എടുക്കുക എന്താണ് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അത് സ്കെയിലെടുത്ത് വരയ്ക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം? നമുക്ക് 2ആയിട്ട് മുറിക്കണമെങ്കിൽ ഇപ്പോൾ പഠിച്ച കോൺസെപ്റ്റ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. എന്താണ്? 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. സോ ഈ റേഷ്യോ 1:2 എടുത്തു കഴിഞ്ഞാൽ 1:2 ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ കട്ട് ചെയ്താൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏത് ലൈനിനെ എന്ത് ചെയ്യും? 1:2 എന്നുള്ള അംശബന്ധത്തിൽ കട്ട് ചെയ്യും. സോ ഈ ഒരു റേഷ്യോയിൽ 1:2 റേഷ്യോയിൽ വരുന്ന ഒരു ലെങ്ത് നമുക്ക് അസ്യൂം ചെയ്യണം. സോ 1:2 മീൻസ് ഞാൻ പറഞ്ഞു 1 + 2. ആദ്യം എടുക്കേണ്ടതാണ് 1 + 2 എടുക്കുക. 1 + 2 എന്ത് വരും? 3. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ ലൈൻ വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. അല്ലെങ്കിൽ 9 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. ഇങ്ങനെ ഏതിൽ വേണം വരയ്ക്കാം. ഓക്കെ, നമുക്കിവിടെ 8 സെൻറ്റിമീറ്റർ ലൈനാണ് വേണ്ടത്. അതിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ എളുപ്പത്തിന് എന്ത് ചെയ്യാം? 6 സെൻറ്റിമീറ്റർ ആക്കാം. 6 സെൻറ്റിമീറ്ററിനെ 1:2 റേഷ്യോയിലാക്കിയാൽ എന്ത് വരും? 6 × 1 / 1:2 ആകുമ്പോൾ 1 + 2 എന്ത് വരും? 3 കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ 6/3 എത്ര? 2 സെൻറ്റിമീറ്റർ. അടുത്ത 6 × 2 പാർട്ട് അല്ലേ? 2 പാർട്ട് എന്ത് വരും? 2/3. ദാറ്റ് ഈസ് എന്ത് കിട്ടും? നമുക്ക് 12/3 എന്ന് കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് എന്ത് വരും? 4 സെൻറ്റിമീറ്റർ എന്ന് അറിയാം. നമുക്ക് സിമ്പിളായിട്ട് അറിയാം ശരിക്കും. ഇത് ഓരോന്നിൻ്റെയും അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ എന്ത് ചെയ്യുക? കൂട്ടുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 2ഉം 4ഉം കിട്ടും.
2ഉം 4ഉം കൂടെ ആകുമ്പോൾ 6. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഒരു 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുക. എന്ത് ചെയ്യുക? അതിനെ 1:2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 1+2, 1:2 തന്നുകൊണ്ട് 1+2 3, 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളൊരു എന്ത് മറ്റൊരു ലൈൻ കൂടെ വരയ്ക്കും. അതായത് 6. ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 6 സെൻറ്റിമീറ്റർ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത കണക്കുകളുള്ള പോലെ 8 സെൻറ്റിമീറ്റർ ലൈൻ കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 8 സെൻറ്റിമീറ്റർ ലൈൻ. സോ ഈ 8 സെൻറ്റിമീറ്റർ ലൈനാണ് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. 6 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ 1:2 ആയതുകൊണ്ട് എന്താണ്? 2ഉം 4ഉമായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യണം. സോ ഇത്രയും 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും 2 സെൻറ്റിമീറ്റർ ആണ്, ഇത്രയും 4 സെൻറ്റിമീറ്റർ ആണ്. ഇന്ന് നമുക്കറിയാം എന്താണ്? ഈ രണ്ട് എൻഡുകൾ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം അല്ലേ? ഇത് രണ്ട് യോജിപ്പിക്കുക. ദെൻ അതിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. സോ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ ഫിഗർ നോക്കി അറിയാം. അതിനകത്ത് എന്താ ചെയ്തിട്ടുള്ളത്? 8 സെൻറ്റിമീറ്റർ വരയുണ്ട്. അതിനെന്ത് ചെയ്തു? 6 സെൻറ്റിമീറ്റർ വെച്ച് വേറൊരു വര വരച്ച് എന്ത് ചെയ്തു? അത് വെച്ച് പാരലൽ ലൈൻസ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നോക്കി അറിയാം, നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിനെ ഡിവൈഡ് ചെയ്തു. 8 സെൻറ്റിമീറ്റർ ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? 1:2 എന്നുള്ള അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അളവുകൾ എത്ര വന്നു? 2, 2/3, 5, 1/3 സെൻറ്റിമീറ്റർ ആയിട്ട് വന്നു. കണ്ടോ? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത 2, 2/3ഉം 5, 1/3 ആയിട്ട് വന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കണക്കാണ് കേട്ടോ, വർക്കൗട്ട് ചെയ്തിട്ടുള്ള കണക്കാണ്. സോ നമുക്കിത് ഈ ഒരു ആൻസർ എന്ത് ചെയ്തു? കിട്ടി. നമുക്കിങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരെന്താ ചോദിക്കുന്നത്? അടുത്തെന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു കണക്കാണ്, വീണ്ടും ഒരു കണക്കാണ്. ചുറ്റളവ് 30 സെൻറ്റിമീറ്ററും വശങ്ങളുടെ അംശബന്ധം 5:3 സമചതുരം എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, നമുക്ക് സമചതുരം വരയ്ക്കണം. എന്താണ്? അതായത് സ്ക്വയർ, സമചതുരം അല്ല, ചതുരം വരയ്ക്കണം. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. ഓക്കെ, ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. അതിൻ്റെ പെരിമീറ്റർ എത്ര ആയിരിക്കണം? 30 സെൻറ്റിമീറ്റർ. ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. റേഷ്യോ എന്തായിരിക്കണം? സൈഡ്സിൻ്റെ റേഷ്യോ 5:3 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 30 സെൻറ്റിമീറ്റർ വര വരച്ച് എന്ത് ചെയ്യണം? അതിന് 4ആയിട്ട് ഭാഗിക്കണം. കാരണം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുടെയും തുകയാണ് അല്ലേ? സോ ഒരു റെക്ടാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റെക്ടാംഗിളിൽ ഇപ്പോൾ എ ബി ഇങ്ങനെ ആയിരിക്കുമല്ലോ റെക്ടാംഗിളിൻ്റെ സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ഇതിൻ്റെ ഇതെന്ത് വരും? പെരിമീറ്റർ എന്താണ്? 2 × A+B ആണ്. 2 × A+B ആണ്. അതായത് ഈ 4 വശങ്ങളുടെ തുക A+B + A+B. അപ്പോൾ 2A+2B കിട്ടും. അതായത് 2 × A+B വരും. അതാണെന്ത്? 30 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ A+B എന്താ വരിക? 30/2 വരും അല്ലേ? 30/2 = 15 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ രണ്ട് വശങ്ങളും കിട്ടിയാൽ മതി. എയും ബിയും കിട്ടിയാൽ മതി. എയും ബിയും 5:3 എന്നുള്ള അംശബന്ധത്തിലാണ്. അത് കിട്ടിയാൽ മതി. നമുക്ക് 30 സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും 15 സെൻറ്റിമീറ്റർ നമുക്ക് വരച്ചാൽ മതി. 15 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിനെന്ത് ചെയ്യുക? 5:3 എന്നുള്ള റേഷ്യോ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഒരു ലൈൻ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. ഈ കാണുന്ന ബ്ലൂ ലൈൻ ആണെന്ത്? AB ആണെന്ത്? 15 സെൻറ്റിമീറ്റർ ലൈൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ റേഷ്യോ എന്താണ്? 5:3. 5:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 5 + 3 എടുക്കുക. 5 + 3 ഈ റേഷ്യോ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 8. അപ്പോൾ നമ്മൾ അടുത്ത് വരയ്ക്കേണ്ട ലൈൻ എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 8 വരയ്ക്കാം, 16 വരയ്ക്കാം, അങ്ങനെ നിങ്ങൾക്ക് 24 വരയ്ക്കാം, അങ്ങനെ വരച്ചു പോകാം. അപ്പോൾ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് 8 സെൻറ്റിമീറ്റർ NF ആണ് അല്ലേ? 8 സെൻറ്റിമീറ്റർ മതി. നമുക്ക് 8 സെൻറ്റിമീറ്റർ വെച്ച് തന്നെ ഇത് വരയ്ക്കാം. സോ 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വര വരച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളതിനെ 5 സെൻറ്റിമീറ്റർ 5:3 എന്നല്ല തന്നിട്ടുള്ളത്. 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി 16 സെൻറ്റിമീറ്ററിൻ്റെ വരെയാണ് വരയ്ക്കുന്നതെങ്കിലോ എന്ത് ചെയ്യും? നമ്മളതിനെ 10ഉം 6ഉമായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം എന്താണ്? 8 എന്നതിൻ്റെ 2 മടങ്ങാണ് അല്ലേ? 8ന്റെ 2 മടങ്ങാണെന്ത്? 16. അപ്പോൾ ഈ റേഷ്യോയിൽ തന്നിരിക്കുന്നതിൻ്റെ 2 മടങ്ങ് കൂടെ ആവണം. എത്ര വരും? 5ന്റെ 2 മടങ്ങ് 10, 3ൻ്റെത് 6. സോ 10ഉം 6ഉമായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് 16 സെൻറ്റിമീറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. 8 സെൻറ്റിമീറ്ററിൻ്റെ ധാരാളമാണ്. സോ 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സോ ലെറ്റ് ഇറ്റ് as AC. ദെൻ ജോയിൻ B ആൻഡ് C അല്ലേ? B യും C എന്ത് ചെയ്യുക?
യോജിപ്പിക്കുക, അതിന് പാരലായിട്ട് ഈ ഡിവിഷനിൽ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. സോ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. സോ അത് നോക്കാം. ഇവിടെ നമുക്ക് വേറെ അളവൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മറ്റേലും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മളൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് 30 സെന്റിമീറ്റർ പെരിമീറ്റർ വേണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഒരു രീതിക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ശരി. അപ്പോൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ രീതിക്ക് വരച്ചാണ് ഇവിടെ കാണുന്നത്. 15 സെന്റിമീറ്റർ ലൈൻ, ഇവിടെ 8 സെന്റിമീറ്റർ ലൈൻ ഉണ്ട്. അതിനെ 5:3 ഇവിടെ എന്ത് ചെയ്തു, പാരലൽ ലൈൻസ് വരച്ച് 2 പാർട്ടാക്കി. ഓക്കെ, ഇത് ടോട്ടൽ ഈ ലെങ്ത് എത്രയാണ്, 15 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരു സൈഡാണ് ഈ കാണുന്ന, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഇവിടെ ഡി പറഞ്ഞാൽ ഈ എ ഡി എന്ന് പറയുന്ന ഒരു വശമാണ് റെക്റ്റാങ്കിളിന്റെ, ഈ ഡി ബി എന്താണ്, മറ്റൊരു വശമാണ്. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും ആണ്. എ ഡിയും ബി ഡിയും എന്താണ്, ലെങ്തും ബ്രെഡ്ത്തും ആണ്. റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും അതാണ് ഈ കാണുന്നത്. വരയ്ക്കാൻ എന്ത് ചെയ്യാം, വരയ്ക്കാൻ നമ്മൾ ഇത്രയും ചെയ്തു. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റ്സ്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. എ ഡി അങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്തു, റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ നമുക്കറിയാം എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യണം, 90 ഡിഗ്രി അടയാളപ്പെടുന്നത്. എ ഡി ഒരു സൈഡായിട്ട് നിലനിർത്തിക്കൊണ്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിലേക്ക് ഒരു ലൈൻ വരച്ചു. അടുത്ത് ഡിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഡിയിൽ വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ഓക്കെ, ദെൻ ഈ ഒരു ലെങ്ത്, ഇത്രയും ലെങ്ത് എന്ത് ചെയ്തു, കോമ്പസിൽ ഈ ബി ഡി എന്ന് പറയുന്ന ലെങ്ത് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് അതിനെന്ത് ചെയ്തു, ഇവിടെ നിന്ന് ആർക്ക് വരച്ചു. ഈ ബി ഡിയെ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് ഇവിടെ വെച്ച് എന്ത് ചെയ്തു, ഈ പോയിന്റിൽ ഡിയിൽ വെച്ചിട്ട് ബിയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ആർക്ക് ഈ 90 ഡിഗ്രി ലൈനിലേക്ക് വരച്ചു. അതേ അളവ് തന്നെ എന്ത് ചെയ്തു, എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് ഇവിടുത്തെ 90 ഡിഗ്രി ലൈനിലേക്ക് വരച്ചു. എന്നിട്ട് അവയെ തമ്മിൽ യോജിപ്പിച്ചാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ കേട്ടോ, ഈ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. വളരെ സിമ്പിളാണ് ഈ കാര്യം. ഓക്കെ, സോ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് സൈഡിലൊരു റഫ് ഫിഗർ വരച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ഇത്രയും ചെയ്താൽ മതി. ആദ്യം നമുക്കിവിടെ കിട്ടിയല്ലോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 പാർട്ടായിട്ട് മുറിച്ചു അല്ലേ. സോ അതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. 2 പാർട്ടായിട്ട് മുറിച്ചു. സോ എ ബി ഡി. സോ ഇനി ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഒരു 2 പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ, ഡിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ദെൻ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഡിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡി മുതൽ ബി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഇതിലേക്ക് ഒരു ആർക്ക്, ഈ പെർപെൻഡിക്കുലറിലേക്ക് ഒരു ആർക്ക്, ഈ ലംബത്തിലൊരു ആർക്ക്, അടുത്ത എയിൽ നിന്നുള്ള ലംബത്തിലേക്ക് മറ്റൊരു ആർക്ക്. ഈ 2 ആർക്കും വരുന്ന ഭാഗം എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ കിട്ടുന്ന റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ പെരിമീറ്റർ 30 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം ഇത്രയും നീളം ഇവിടെയുണ്ട്, അതിൻ്റെ ബാക്കി നീളം ഇത് മൊത്തം എത്രയാണ്, 15 അല്ലേ. ഇത് മൊത്തം എത്ര നീളം വരുന്നുണ്ട്, 15. എ മുതൽ ബി വരെ എത്രയാണ്, എ ബി ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എ ബി 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എ ഡി, അതിനെ ഞാൻ 2 ആയിട്ട് മുറിച്ചു. എത്ര, എ ഡി പ്ലസ് ബി ഡി അല്ലേ, എ ഡി പ്ലസ് ബി ഡി ആയിട്ട് നമ്മൾ മുറിച്ചത്. എ ഡി പ്ലസ് ബി ഡി എത്രയാണ്, 15 സെന്റിമീറ്റർ. ആ എ ഡി പ്ലസ് ബി ഡിയിൽ ബി ഡി നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചു അല്ലേ. എ ഡി അവിടെ തന്നെ വെച്ചിട്ട് എ ഡി ഇവിടെ തന്നെ വെച്ചു. ഇതിനെന്ത് ചെയ്തു, ബി ഡി ഇങ്ങോട്ട് വരച്ചു. സോ ബി ഡി പ്ലസ് ഒരു ബി ഡി ഇവിടെ വരച്ചു, ഒരു ബി ഡി ഇവിടെ വരച്ചു അല്ലേ. സോ വീണ്ടും ഒരു ബി ഡി പ്ലസ്, എന്നിട്ട് ഈ ആർക്ക് വരച്ചിട്ട് എന്ത് ചെയ്തു, അത് യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു, ഇവിടെ കിട്ടുന്ന വീണ്ടും എന്താണ്, എ ഡി ആണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 2 ഇൻറ്റു എ ഡി പ്ലസ് ബി ഡി ഈക്വൽ ടു 2 ഇൻറ്റു എ ഡി പ്ലസ് ബി ഡി എത്രയാണ്, 15. 2 ഇൻറ്റു 15 എത്രയാണ്, 30 സെന്റിമീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി, 30 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ളൊരു റെക്റ്റാങ്കിൾ കിട്ടി. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുറ്റളവ് 10 സെന്റിമീറ്ററും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4 ത്രികോണം വരയ്ക്കണം. ഡ്രോ എ triangle of perimeter 10 centimeter and the ratio of sides 2:3:4. എല്ലാം ഒരേ പ്രൊസീജിയർ ആണ്. എന്ത് ചെയ്യുക, 10 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ ആദ്യം വരയ്ക്കുക, 10 സെന്റിമീറ്റർ. ദെൻ എന്താണ്, 2:3:4. അപ്പോഴെന്ത് ചെയ്യുക, റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. 2 + 3 + 4 എത്ര വരുന്നുണ്ട്,
2 + 3 5 + 4 9 വരുന്നുണ്ട്. 9 വളരെ ധാരാളം. ഇനി ഇതിനെ വലുതാക്കാൻ പോണോ? വേണ്ട. 9 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അവിടെ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ എടുക്കേണ്ടത് 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4. 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എടുക്കുക. ദെൻ എന്ത് ചെയ്യുക? അതിന്റെ എൻഡ്സ് എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. എന്നിട്ട് അതിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഈ ഡിവിഷൻ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വരയ്ക്കുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? 10 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി 2:3:4 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും നമ്മൾ കുറേ കണക്കുകളായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറേ കണക്കുകളായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത്രയും ചെയ്യുക. പിന്നെ ട്രയാങ്കിൾ വരയ്ക്കുന്ന കേസേ ഉള്ളൂ. ട്രയാങ്കിൾ വരയ്ക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ സ്ക്വയർ വരച്ചില്ലേ, സോറി റെക്റ്റാങ്കിൾ വരച്ചില്ലേ, അതിനേക്കാൾ എളുപ്പമാണ് ഇവിടെ എന്താണ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ, ഈ എ ബിയെ നമ്മൾ എന്ത് ചെയ്തു? എ ബി എന്ന് എടുക്കുക, ഈ 10 സെന്റിമീറ്ററിന് ABCDE. ഓക്കെ, DE. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ DE ഒരു ഭാഗമായിട്ട് വെച്ചിട്ടേ 10 സെന്റിമീറ്റർ ചുറ്റളവ് അല്ലെ, പെരിമീറ്റർ എന്താണ് 10 സെന്റിമീറ്റർ എന്നാ പറയുന്നത്. അപ്പോൾ DE ഒരു പാർട്ടായിട്ട് അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? കോമ്പസ് എടുത്തിട്ട് ഈ AD മെഷർ ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. അടുത്ത് BE മെഷർ ചെയ്യുക, ഇയിൽ നിന്ന് അടുത്ത ആർക്ക് വരയ്ക്കുക. മനസ്സിലായോ? AD മെഷർ ചെയ്യുക, ഡിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അടുത്ത് BE മെഷർ ചെയ്യുക, ഇയിൽ നിന്ന് അടുത്ത ആർക്ക് വരയ്ക്കുക, കോമ്പസ് എടുത്തിട്ട്. അപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യുക? എന്ന് തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 10 സെന്റിമീറ്റർ. ഓക്കെ, ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 10 സെന്റിമീറ്റർ. വളരെ എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതാണ് ഇത് ഈ അടുത്ത ഫിഗറിൽ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇതായിരുന്നു ടോട്ടൽ 10 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടുന്ന ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് ഇതിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിൽ സെക്കൻഡ് സെക്ഷനിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അൺസോൾവ്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഴയ ക്ലാസ്സസ് പോലെയല്ല, പുതിയ ടോപ്പിക്സ് ഒക്കെ ഇതിൽ ഒരുപാടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.